السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്കൊക്കെ കാമിലായ ശിഫാവും ശമനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് രാവിലെ നല്ലൊരു മഴയൊക്കെ ലഭിച്ചു. നല്ല റാഹത്തോടു കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു ഇനിയും അവന്റെ അനുഗ്രഹത്തിന്റെ മഴ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രപഞ്ചങ്ങളെല്ലാം അല്ലാഹുവിനെ നല്ലതുപോലെ വണങ്ങുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഇത് നല്ലതുപോലെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിലുള്ള ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ജീവനും ബുദ്ധിയുമുള്ള മനുഷ്യനേക്കാൾ അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ മുൻപിലാണ്. പക്ഷെ എല്ലാ അനുഗ്രഹങ്ങളും സമ്മേളിച്ച് ജീവിക്കാൻ അല്ലാഹു അവസരം തന്ന നമ്മൾ മാത്രം പിറകിൽ നിൽക്കുമ്പോൾ നമ്മളായി അനുഭവിക്കേണ്ട ഒരുപാട് ദുരിതങ്ങൾ നേരിൽ കണ്ടുകൊണ്ട് നമ്മൾ കാണുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, الشمس والقمر بحسبان والنجم والشجر يسجدان. സൂര്യനും ചന്ദ്രനൊക്കെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ വളരെ വണക്കത്തോടു കൂടാവ സുജൂദ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖതാദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇവക്കൊക്കെ സൃഷ്ടിപ്പിന്റെ സമയത്ത് നൽകപ്പെട്ട നിർദ്ദേശപ്രകാരമാണ് പ്രപഞ്ചത്തിന്റെ അന്ത്യഘട്ടം വരെ ഇവർ ചലിക്കുന്നതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ആയുസ്സിൽ ഇവർ പ്രവർത്തിക്കുന്നതും. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള രേഖയിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കുകയോ മാറി നിൽക്കുകയോ അവർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ പ്രപഞ്ചത്തിൽ സുഗമമായ ചലനവും സാധ്യമല്ല. ഇവകളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ ഇവരോട് ആജ്ഞാപിച്ചിട്ടുള്ളത് കൃത്യമായി അവർ നിറവേറ്റുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. സൗരയൂഥത്തിന്റെ മധ്യഭാഗമായ സൂര്യൻ, ആ സൂര്യനിൽ നിന്ന് 15 കോടിയിലധികം കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ പാർക്കുന്ന ഭൂമിയിലേക്ക്. സൂര്യന്റെ കോടിക്കണക്കായ മാസിൽ നിന്ന്, പിണ്ഡത്തിൽ നിന്ന് എത്രയോ ചെറുതാണ് നമ്മൾ പാർക്കുന്ന വസിക്കുന്ന ഭൂമിയുടെ പിണ്ഡം. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരൽപ്പം ഒന്ന് താഴുകയോ പൊങ്ങുകയോ ചെയ്താൽ അല്ലാഹു കൃത്യമായ ജീവിതത്തിന്റെ രേഖകളെ വിവരിച്ചു വെച്ചിട്ടുള്ള ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിന് താളപ്പിഴകൾ സംഭവിക്കും. ഇതുവരെ അങ്ങനെ നടന്നില്ല. ഇനി അവകളൊട്ടും അല്ലാഹുവിന് എതിരോ ലംഘനമോ ചെയ്യാനും പോകുന്നില്ല. പക്ഷേ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ചില വികൃതികളുണ്ട്. പ്രകൃതി ചെയ്തു കൂട്ടുന്ന ചില വികൃതികൾ. കഠിനമായ ചൂടാണ്. ഇന്ന് നമ്മൾക്ക് കിട്ടിയ മഴ, പരിസര ദിവസങ്ങളിൽ നമ്മൾക്ക് കിട്ടിയ പരിസര പ്രദേശങ്ങളിലെ മഴ, അത് ലഭിച്ചില്ലെങ്കിൽ ഒരുപാട് ആളുകൾ സൂര്യാഘാതം കൊണ്ടും കഠിനമായ ചൂട് കൊണ്ടൊക്കെ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇതൊക്കെ പിന്നെ എങ്ങനെയാ സംഭവിക്കുന്നത്? ظهر الفساد في البر والبحر بما كسبت أيدي الناس. ജനങ്ങളുടെ വികൃതികളാണ് പ്രപഞ്ചത്തിൽ ദുരന്തങ്ങളെ വിളിച്ചു വരുത്തുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രായം ചെന്നവരെയും മുതിർന്നവരെയും നിങ്ങൾ
അനുസരിക്കുകയും നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്യണേ എന്ന് ആജ്ഞാപനം നൽകപ്പെട്ട സമൂഹത്തിൽ ഹൈദ്രൂസ് മുസ്ലിയാർ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പണ്ഡിതനും അന്ധയായ ഭാര്യയും വിശന്ന് വലഞ്ഞ് പട്ടിണിയിൽ കിടന്ന് മരണപ്പെട്ടത്, ഇഹലോകവാസം പുൽകിയത് നമ്മുടെ കൺമുമ്പിലാണ്. ഇതെന്തോ ഒരു ദയനീയമായ രംഗമാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന ചില വികൃതികളാണിത്. പിതാവിന്റെ കർമ്മങ്ങളിലും ഇടപെടലുകളിലും തൃപ്തിയില്ലാത്ത മക്കൾ പിതാക്കളുടെ ജന്മം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഗതികളെല്ലാം. അല്ലാഹുവേ, നല്ലതുപോലെ നിന്റെ ആജ്ഞകൾക്കനുസൃതമായി ജീവിതം നയിക്കാനുള്ള വിവേകം നൽകണേ തമ്പുരാനെ. എന്നാൽ അല്ലാഹുവിന്റെ ആജ്ഞകളെ കൃത്യമായി അനുസരിക്കുന്നതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വിവരണവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ പ്രധാന ഭാഗമാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന കർമ്മം. ഹജ്ജിനു വേണ്ടി ആളുകൾ പോയി തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധമായ മക്കയും പരിസരങ്ങളും അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, പ്രപഞ്ചത്തിന്റെ മധ്യമായ കഅബയെ വലയം വെക്കാൻ വർഷത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ള ഹജ്ജ് എന്നാണോ ഇല്ലാതെയായി പോകുന്നത്, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് മഹാനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ് സാഅ ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്, പരിശുദ്ധമായ കഅബയെ വലയം വെക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ ഉടനെ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു അർശിന്റെ തന്റെ സിംഹാസനത്തിന്റെ താഴെ ഒരിടുപ്പ് അല്ലാഹു പണിയുകയാണ്. ബൈത്തുൽ മഅമൂർ എന്നതിന് അല്ലാഹു പേര് നൽകുകയാണ്. മലക്കുകളോട് ആ ബൈത്തുൽ മഅമൂറിന്റെ ആ എടുപ്പിന്റെ പരിസരങ്ങളിലായി തവാഫ് ചെയ്യാൻ അല്ലാഹു ആജ്ഞാപനം നൽകുകയാണ്. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലും ഇതുപോലെ തുല്യമായ എടുപ്പ് നിങ്ങൾ പണിയുക. മലക്കുകളോട് അല്ലാഹു ആജ്ഞാപനം നൽകുകയാണ്. മലക്കുകളും ആ തോതനുസരിച്ചുള്ള നല്ല ഒരെടുപ്പ് ഭൂമിയിലും പണിതു. ഭൂമിയിലുള്ള ആളുകളോട് അല്ലാഹു പറഞ്ഞു, അയ്യതൂഫു ബിഹി കമാ യതൂഫു അഹ്ലുസ് സമാഇ ബിൽ ബൈത്തിൽ മഅമൂർ. ബൈത്തുൽ മഅമൂറിന്റെ ചുറ്റിലുമായി അല്ലാഹുവിന്റെ മലക്കുകൾ വലയം വെക്കുന്ന പോലെ ഭൂമിയിൽ ജീവിക്കുന്നവരെ നിങ്ങളും കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യുക എന്ന് അല്ലാഹു കൽപ്പിച്ചു എന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. പ്രപഞ്ചമാസകലം ജലമായിരുന്നു. ആ ജലത്തിലായിരുന്നു അല്ലാഹുവിന്റെ സിംഹാസനവും ഉണ്ടായിരുന്നത്. വകാന അർശുഹു അലൽ മാ, അർശ് നിൽക്കുന്ന സ്ഥലത്താണ് അല്ലാഹു കഅബാലയം പണിതുയർത്തിയിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഖലഖല്ലാഹുൽ ബൈത ഖബ്ല ഖൽഖിൽ അർദി ബി1000 സന, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പണിയുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് കഅബാലയം എന്ന പരിശുദ്ധമായ ഭവനത്തെ അല്ലാഹു പണിയുന്നത്. അന്നേരം ഭൂമി അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ ചെറിയ കണമായി നിലകൊണ്ടു. പിന്നീട് അതിനെ അല്ലാഹു വിശാലമാക്കി ഒരുപാട് മനുഷ്യ ജന്മങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള വിശാലതയുള്ള ഒരിടമാക്കി മാറ്റി എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മധ്യം കഅബാലയമാണ്. മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുപാട് ഗോളശാസ്ത്രജ്ഞന്മാർ ജലത്തിൽ ചിതറിക്കിടക്കുന്ന ഭൂഖണ്ഡങ്ങളെയും കരകളെയും ചേർത്തു നിർത്തി കരകളുടെ മധ്യഭാഗം കഅബാലയമാണ് എന്ന് വരച്ചു സ്ഥിരീകരിച്ചു കാണിച്ചിട്ടുണ്ട്. 749 ഹിജ്റയിൽ മരണപ്പെട്ട ഇബ്നു ഫദ്ലില്ലാഹിൽ ഉമരി തങ്ങളും
ഹിജറ 761 മരണപ്പെട്ട ഇബ്നു വർദി തങ്ങളൊക്കെ ഇങ്ങനെയുള്ള രേഖകൾ കൃത്യമായി വിവരിച്ചു കാണിച്ചിട്ടുണ്ട്. എന്തായാലും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് കഅബാലയമാണ്. അതുകൊണ്ട് മക്കയുടെ പരിശുദ്ധിയും കഅബാലയത്തിന്റെ വിശുദ്ധിയും ലോകത്തുള്ള ജനങ്ങൾ എങ്ങനെയാണോ ഹൃദയം കൊണ്ട് സംരക്ഷിക്കുന്നത്, അത്രയും നാൾ പ്രപഞ്ചം അല്ലാഹു നല്ലതുപോലെ സംരക്ഷിച്ചു നിലനിർത്തുന്നതാണ്. അതിന്റെ ബഹുമാനവും ആദരവും ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ലൗ തറക്കന്നാസു കുല്ലുഹും അൽ ഹജ്ജ, ലോകത്തുള്ള മുഴുവൻ ആളുകളും കാരണങ്ങൾ ഉണ്ടാകട്ടെ, കാരണങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ഹജ്ജ് ചെയ്യില്ല എന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തീരുമാനമെടുത്താൽ ലഖറത്തിസ് സമാഉ അലൽ അർദി, പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ മേൽ ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, അൽ ബൈത്തുൽ ഹറാം ഖിയാമുൽ ആലം, പരിശുദ്ധ കഅബാലയം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അതുകൊണ്ട് ഫലാ യസാലു ഖിയാമാ, പ്രപഞ്ചം നിലനിന്നുകൊണ്ടേയിരിക്കും. മാ സാല ഹാദൽ ബൈത്തു മഹ്ജൂജാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പരിശുദ്ധമായ കഅബാലയം പണിയാനും പണിതു കഴിഞ്ഞാൽ ലോകത്തുള്ള ജനതകളോട് വിളംബരം നടത്തുവാനുമുള്ള ആഹ്വാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അബൂ ഖുബൈസ് പർവതത്തിന്റെ മുകളിൽ കയറി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തുള്ള ജനതകളോട് വിളിച്ചു പറയുന്നത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിർ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. പർവതത്തിന്റെ മുകളിൽ കയറി 4 ഭാഗങ്ങളിലേക്കും ദിശകളിലേക്കും മുഖം തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വിളിച്ചു പറയൂ ഇബ്രാഹിം നബിയെ, ലോകത്തിന്റെ ദിക്കുകളിൽ നിന്ന് ആളുകൾ നിങ്ങളിലേക്ക് ഒഴുകി വരട്ടെ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവതത്തിന്റെ മുകളിൽ കയറി ഫനാദാ, മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ഔജബ അലൈക്കുമുൽ ഹജ്ജ, ഹജ്ജ് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യൂ, നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ കടന്നു വരൂ. 4 ഭാഗങ്ങളിലേക്കും ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നു. ലോകത്തുള്ള മൊത്തം ആളുകളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയുണ്ടായി. فأجابه كل من كتب له أن يحج من أصلاب الرجال وأرحام الأمهات. ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിലും പുരുഷന്മാരുടെ മുതുകുകളിലുമായി കഴിഞ്ഞിരുന്ന മുഴുവൻ സൃഷ്ടികളും ഹജ്ജിന് തൗഫീഖുള്ള ആളുകളെല്ലാം ആ വിളിയാളത്തിന് മറുപടി പറയുകയുണ്ടായി. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വിധി കൂട്ടണേ തമ്പുരാനെ. അതൊരു വിശുദ്ധമായ സൗഭാഗ്യമാണ്. വിളിക്കേട്ടവരെല്ലാം പരിശുദ്ധമായ ഹജ്ജിന് അവിടെ എത്തും. കഅബാലയം നിൽക്കുന്ന സ്ഥാനത്തിനൊരു മഹത്വമുണ്ട്. ഇഹ്റാം ഫിർ പെഹൻകർ തൗഫേ ഹറം കരൂമേ. അല്ലാഹുവേ, ഇഹ്റാമിന്റെ പരിശുദ്ധമായ നിയ്യത്ത് വെച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ പോകുന്ന ഒരു ഹാജി എത്രമാത്രം വലിയ സൗഭാഗ്യശാലിയാണ്. ജൈസാ ഗുലാം തേരാ ആയാ സമീ മേ പെഹ്ലാ, ആദ്യമായി ജീവിതത്തിലേക്ക് ഭൂമിയിൽ കടന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ പ്രകൃതം നീ നൽകുന്നുവല്ലോ ആ പുണ്യ മനുഷ്യന്. مغفرت عطا تو اے ذل کرم ہے تو
ഔദാര്യവാനായ റബ്ബേ, ആ കുഞ്ഞിന്റെ വിശുദ്ധിയാണ് മഖബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച ഒരു ഹാജിക്ക് നീ നൽകുന്നത്. ഈ വർഷം ആ പരിശുദ്ധ അമലിന് സൗഭാഗ്യം ലഭിച്ചവർക്കെല്ലാം ഈ മഹത്വവും നീ നൽകണേ തമ്പുരാനെ. അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് ലോകജനതകളെ വിളിച്ചത്. ആ പർവ്വതത്തിന് ഒരു മഹത്വമുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ഒരു കല്ലുമായാണ് വന്നത് എന്നൊരു അഭിപ്രായം. അതല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് കൊണ്ടുവന്നത് എന്നൊരു അഭിപ്രായം. അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ആ കല്ല് കൊണ്ടുവന്നു വെച്ചത്. അതാണിന്ന് കറുത്ത കല്ലെന്ന് നമ്മൾ ആദരവോടെ പേരിട്ട് വിളിക്കുന്ന ഹജറുൽ അസ്വദ്. നല്ല വെളുത്തു തുടുത്ത നല്ല പ്രകാശമുള്ള കല്ലായിരുന്നു. അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അത്. ആ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലുണ്ടായിരുന്ന വെളുത്ത കല്ലിൽ തെളിയുന്ന സൂര്യപ്രകാശം പതിക്കുന്ന സ്ഥലമായിരുന്നു കഅബ നിൽക്കുന്ന പരിശുദ്ധമായ സ്ഥാനം. അവിടെയാണ് കഅബയുടെ എടുപ്പ് നിർവഹിക്കപ്പെട്ടത്. നല്ല വിശുദ്ധമായ വെളുപ്പ് നിറമുള്ള അഴകുള്ള ചന്തമുള്ള നിറമായിരുന്നു ഹജറുൽ അസ്വദിന്. ഒരുപാട് വർഷങ്ങളിലുള്ള അതിൽ മുത്തുന്ന ആഗ്രഹത്തോടെ അതിനെ സമീപിക്കുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ കറുപ്പോ ജീവിതത്തിന്റെ അശുദ്ധിയോ കാരണമാണ് ആ കല്ലിന്റെ അഴകും വെളുപ്പും നഷ്ടമാവുകയും കറുപ്പ് നിറമാവുകയും ചെയ്തത് എന്ന് വിശദീകരിച്ച മഹത്തുക്കളുണ്ട്. ഒറ്റക്കല്ലായിരുന്നു. പിന്നീട് ആ കല്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഒരുപാട് പരാക്രമങ്ങൾ ആ കല്ലിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് 8 പൊട്ടായി മാറിയത്. ആ 8 കഷണങ്ങളും പ്രത്യേക സുഗന്ധത്തിന്റെ മിശ്രിതം ചേർത്ത് ആ വിശുദ്ധമായ സ്ഥാനത്ത് തന്നെ ഒട്ടിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ആ മണ്ണിൽ അണയാനും ആ ഹജറുൽ അസ്വദ് ഒന്ന് മുത്താനും അല്ലാഹു തൗഫീഖ് നൽകി. പടച്ചവനെ, ഇനിയും ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേ തമ്പുരാനെ. പോകാത്തവർക്ക് പോകാനും പോയവർക്ക് ഒരുപാട് തവണ അവിടെ അണയാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങൾക്കെല്ലാം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നത് വലിയ ഒരു തൗഫീഖാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു. പ്രകടമായ വലിയ അസുഖമോ മക്കയിൽ അണയാൻ കഴിയാത്ത അക്രമിയായ നാട്ടുരാജാവിന്റെ പരാക്രമങ്ങളോ അതല്ലെങ്കിൽ മറ്റു വല്ല തടസ്സങ്ങളോ ഇല്ലാതിരിക്കുന്ന കാലത്തോളം ഹജ്ജ് നിർബന്ധമാകുന്ന സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, മുതൽ കൊണ്ട് ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ فليمت إن شاء الله يهوديا أو إن شاء الله نصرانيا. ഒന്നുകിൽ അവൻ ജൂതനായി മരണപ്പെടുന്നതാണ്, അതല്ലെങ്കിൽ അവൻ നസ്രാനിയായി മരണപ്പെടുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹ്. എല്ലാം കഴിഞ്ഞിട്ട് പോക്കൊന്നും ഇപ്പൊ നടക്കൂല. വരാവട്ടെ, എന്റെ വണ്ടി ഇപ്പോ 1800 ഒരു ക്രിസ്റ്റൊക്കെ കിട്ടത്തിട്ട് പോവാ. അങ്ങനൊക്കെ കാത്തിരുന്ന ജീവിതത്തിൽ പോക്ക് നടക്കൂല. നിർബന്ധമായ ഒരു സമയമുണ്ട്. ആരോഗ്യം, പോകാനുള്ള യാത്രാ സൗകര്യം, സമ്പത്ത്, ഇത് നമ്മിൽ ഒത്തുവന്നാൽ മറ്റു വല്ല തടസ്സങ്ങൾ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നിർബന്ധമാണ്. ഹജ്ജ് നിർബന്ധമായാൽ അവൻ അതിലേക്കുള്ള ഒരുക്കങ്ങൾ പെട്ടെന്ന് ഉളരിപ്പിക്കട്ടെ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തുവിടുമ്പോൾ അല്ലാഹുവോടടുത്ത ഒരു കരാറുണ്ട്. റബ്ബേ, നിന്നനുസരിച്ച് വണങ്ങി ജീവിക്കുന്ന ഒരുത്തനെയും ഞാൻ വിടുകയില്ലെന്ന്. ഫബിമാ അഗ്വൈതനീ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നീ എന്നെ പിഴപ്പിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തെത്തിച്ചതുകൊണ്ട് സ്വർഗ്ഗത്തിൽ കയറണമെന്ന് കൊതിക്കുന്ന മുസ്തഖീമായ വഴിയിൽ ചലിക്കുന്നവരെ ഒരാളെയും ഞാൻ വിടുകയില്ല എന്ന്. ഇവിടെ
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്ന അഭിപ്രായമുണ്ട്, സിറാത്തക്കൽ മുസ്തഖീം, നേരായ വഴി ഞാൻ തടയുമെന്നാണല്ലോ റബ്ബിനോട് അവൻ തീരുമാനമെടുത്തത്. ആ നേരായ വഴി എന്നത് തരീഖ് മക്ക, മക്കയിൽ അണയാനുള്ള നിർബന്ധമായ ഹജ്ജിന് അവൻ മക്കയിലെത്താനുള്ള മാർഗം അവൻ ഞാൻ തടയുമെന്നാണ് എന്നാണ് ഇതിന്റെ പൊരുൾ എന്ന് വിശദീകരിച്ച സഹാബി വര്യന്മാരുണ്ട്. കണ്ടിട്ടില്ലേ, എത്രയോ ആളുകൾ എല്ലാം കൊണ്ട് അവര് ഫിറ്റാണ്, പക്ഷെ കാലം കുറെ ആയി ഹജ്ജിന് പോയിട്ടില്ല, ഉംറക്ക് പോയിട്ടില്ല, ജോലി ആ പരിസരങ്ങളിലാണ്, കഅബ കാണാൻ പോലും പോയിട്ടില്ല. അതൊരു പൈശാചികതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവേ, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ സ്വപ്നങ്ങൾ പ്രാർത്ഥനയുണ്ടോ? തട്ടുന്ന പിശുക്കനല്ലല്ലോ റബ്ബ്. അല്ലാഹു മറുപടി നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്കെല്ലാം മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. റാഹത്തോടുകൂടെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് തൃപ്തികരമായി നാട്ടിലണയാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം അതിനെ നീ തെരഞ്ഞെടുക്കണേ തമ്പുരാനെ. നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ നമ്മുടെ മഹല്ലിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഹജ്ജാജികൾക്ക് ഒരു യാത്രയപ്പ് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം അസ്റിന്റെ ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പ്രത്യേകം സൗകര്യം ചെയ്യുന്നുണ്ട് മുകളിൽ, സഹോദരന്മാർക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജിന് ഈ വർഷം പുറപ്പെടുന്ന ആളുകളെല്ലാം നാളെ അസ്ർ ജമാഅത്തിൽ നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. 30 പേരാണ് ഈ വർഷം ഹജ്ജിന് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി കമ്മിറ്റി അംഗങ്ങളെയോ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയാൽ അൽഹംദുലില്ലാ നന്നാകുമെന്നും പ്രത്യേകമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ പള്ളിയിൽ നടത്തുന്ന നമ്മുടെ ശരിയാത്ത് കോളേജിന്റെ മൊത്തത്തിലുള്ള ഫൈളി സ്ഥാപനങ്ങളുടെ, ജൂനിയർ സ്ഥാപനങ്ങളുടെ ഇന്റർവ്യൂ ആണ് അടുത്ത ബുധനാഴ്ച. അപ്പൊ മക്കളെ, മതപരമായ രംഗത്ത് ഒരല്പമെങ്കിലും ദീനീ ബോധത്തോടുകൂടെ അള്ളാഹുവിനെയും റസൂലിനെയും തിരിച്ചറിഞ്ഞ് നല്ല മര്യാദയുള്ള മക്കളായി വളരണം എന്ന് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയക്കുന്ന മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഇൻഷാ അല്ലാഹ് മക്കളെ കുറച്ചെങ്കിലും ദീന് പഠിപ്പിക്കാൻ പറഞ്ഞുവിടണം. ഇനിയത്തെ കാലത്ത് കുറച്ചെങ്കിലും ദീനുണ്ടെങ്കിലേ നമ്മളൊക്കെ വയസ്സാം കാലമാകുമ്പോൾ എടാ നിനക്ക് നിസ്കാരമൊന്നുമില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരാതിരിക്കും. കുറച്ചെങ്കിലും അവർക്ക് മതബോധം വേണം. മറ്റുള്ളതൊക്കെ കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് ഇനി കോച്ചിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നേടിക്കൊള്ളും. മതപരമായ ജ്ഞാനം നമ്മൾ കുറച്ച് മെനക്കെട്ടെങ്കിലേ മക്കളിൽ അത് ഇറങ്ങൂ. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാം കഴിഞ്ഞ് ഇനി രക്ഷപ്പെടാൻ പഴുതില്ല എന്ന അവസ്ഥ വരുമ്പോൾ തലയിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞാൽ യാതൊരു നേട്ടവും ഗുണവും നമുക്കുണ്ടാകില്ല. നേരത്തെ ശ്രദ്ധിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുൽഖഅദ മാസമായി പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ഈ മഹല്ലിൽ എല്ലാ കൊല്ലങ്ങളിലും ഉളഹിയത്ത് നല്ല ഉഷാറായി നടക്കാറുണ്ട്. ഈ വർഷവും ഉളഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റി മീറ്റിംഗ് അടുത്ത വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഇവിടെ ചേരുന്നുണ്ട്. ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൽ പ്രത്യേകമായി പങ്കുകൊള്ളണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ എല്ലാ ആഴ്ചകളിലും നടന്നു വരാറുള്ള ഞായറാഴ്ച ദിവസം രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള ഖുർആൻ ക്ലാസ് റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഈ ആഴ്ച തൊട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പരമാവധി ഇൻഷാ അല്ലാഹ് പങ്കുകൊള്ളാൻ സാധിക്കുന്നവരൊക്കെ ആ മജ്ലിസിൽ വരണം. 1 മണിക്കൂറല്ലേ, അല്ലാഹുവിനെ ഓർക്കാനും ഒരല്പനേരം ഒന്ന് ദുആ ചെയ്ത് പിരിയാനുമുള്ള ഒരു അവസരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് നന്നാകാൻ വിചാരിച്ചാലൊന്നും നടക്കൂല. എപ്പോഴാണ് മരണവും എപ്പോഴാണ് റബ്ബിന്റെ ഖളാവും വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ അവിടെ ഉള്ള സമയത്താണ് വല്ലപ്പുഴ പ്രദേശത്തുള്ള ഒരു സഹോദരൻ മകളും മരുമകനും ഉംറക്ക് വന്ന് അവരെ കാണാൻ വേണ്ടി വന്നതാണ്.
വന്ന വരവിൽ ഉംറ നിയ്യത്ത് ചെയ്ത് ഉംറ ചെയ്യുന്നു, മത്താഫിൽ വന്ന് തവാഫ് ചെയ്യുന്നു, തവാഫിന്റെ മധ്യേ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നമ്മൾ പറയൂലേ മരിക്കാനായിട്ട് വരികയെന്ന്. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അതൊരു വല്ലാത്ത ഭാഗ്യം കൂടെയാണ്. എന്തായാലും കൊപ്പത്തുനിന്ന് മരിക്കണേക്കാളും ഭാഗ്യവാനാണ് ഹറമിലെ മരണം. ലക്ഷക്കണക്കായ മലക്കുകളുടെ സൗഹൃദ വലയത്തിലുള്ള മരണം അതൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് സ്വർഗീയ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ മരണം എപ്പോഴാണ് വരിക നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. വലിയ ഉദാഹരണമാണ് നമ്മുടെ റഷീദ് സാഹിബ്. അല്ലാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ കൂടെ കളിച്ചു തിരിച്ചു ഇങ്ങനെ നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഇനി ഇല്ലാന്നാണ്ട് അള്ളാഹു നമ്മൾ അറിയിക്കല്ലേ. ഇനി അവനില്ല, ഇനി അവനെ കുറിച്ച് ആലോചിക്കണ്ട. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ നമ്മൾ ഓർത്ത് നോക്കൂ, നിങ്ങള് എത്ര പെട്ടെന്ന് എല്ലാം തീരുന്നു. അല്ലാഹുവേ നീ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് യാത്ര സുഖകരമാകാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ. സഹോദരൻ وسلم صلى الله على محمد اللهم صل على محمد. അതുപോലെ നമ്മുടെ മഹല്ലിൽ അൽഹംദുലില്ലാഹ് ഈ അടുത്തായി നമ്മൾ സംവിധാനിച്ചിട്ടുള്ള പുതിയ സംരംഭമാണ് വിശപ്പ് രഹിത മഹല്ല് എന്ന് പറയുന്ന ഒരു പദ്ധതി. അതൊക്കെ നിങ്ങൾ ഫോണിലൂടെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്നോ തുടങ്ങേണ്ടതാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇപ്പോഴെങ്കിലും ആരംഭിച്ചല്ലോ. കൂടെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. പറ്റാവുന്ന പരിഹാരങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു കൊടുക്കാലോ. അപ്പൊ ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും വേണം നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു ഫണ്ട്. അൽഹംദുലില്ലാഹ് കഷ്ടപ്പെട്ടാരും നൽകേണ്ട, എനിക്ക് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം പടച്ചവനെ എന്ന് ആഗ്രഹിക്കുന്നവർ മാസാമാസം എന്തെങ്കിലും ഒരു തുക അതിനു വേണ്ടി നീക്കി വെക്കുക. അത് വലിയൊരു അമലാണ്. കൂടെ പിറപ്പുകൾക്ക് കാണിക്കുന്ന കാരുണ്യത്തിന് റബ്ബിന്റെ അരികിൽ അളവറ്റ ഔദാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ടി റിയാസുദ്ദീൻ സാഹിബിന്റെ വക 10,000 രൂപ, എസ് സൈദലവി ഹാജിയുടെ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ വക 10,000 രൂപ, സി മുസ്തഫ എഞ്ചിനീയർ അവരുടെ വക 2,000 രൂപ, കിഴക്കേതിൽ അസീസ് ഹാജി എല്ലാ മാസവും 3 കിറ്റ്, അക്കപ്പറമ്പിൽ മുസ്തഫ എല്ലാ മാസവും 2 കിറ്റ്, തീയാട്ടിൽ ജലീൽ എന്നവർ എല്ലാ മാസവും 5 കിറ്റ്, തീയാട്ടിൽ അബ്ദുസലാം എന്നവർ സൺ ഓഫ് ബാവ ഹാജി എല്ലാ മാസവും 5 കിറ്റ്, പി ടി ഖിബർ എല്ലാ മാസവും 500 രൂപ, മുണ്ടത്ത് അബ്ദുൾ റസാഖ് ഹാജി എല്ലാ മാസവും 1 കിറ്റ്, ഈ ഇണ്ണി ഹാജി 1000 രൂപ. അല്ലാഹു ഇതൊക്കെ വലിയ അമലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പടച്ചവനെ ഇവിടെ ചെറുതും വലുതുമായ സ്വതക്കകളും ധർമ്മങ്ങളും അനുഷ്ഠിച്ച ആളുകളെ പേര് വായിച്ചു. അല്ലാഹുവേ അവരുടെയൊക്കെ സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലക്ഷ്യങ്ങൾ എന്തുണ്ടോ നിറവേറ്റണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് അതിന്റെ സവാബുകൾ നീ എത്തിക്കണേ റബ്ബേ. എല്ലാ മുറാദുകളെയും നിറവേറ്റണേ അല്ലാഹ്. ഹജ്ജിന് അവസരം ലഭിച്ച ആളുകൾക്ക് മഖബൂലായി മബ്റൂറായി മർദിയായി നിർവഹിക്കാൻ അവർക്ക് ത്വാഖത്തും കഴിവും തൗഫീഖും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരുപാട് തവണ നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുമായി ബന്ധമുള്ളവർക്കെല്ലാം ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് വിശേഷിച്ചും അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഈ സ്വതക്ക നൽകിയ ആളുകളുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എല്ലാം പരിഹരിക്കണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. യാത്രകളെ നീ റാഹത്താക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ വകഞ്ഞു മാറ്റി ഖൈറായ വിജയകരമായ ജീവിതം ഇരു ലോകത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. المسلمين رحمكم الله. الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم
إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله. الحمد لله. إنه إلى المكونات أبصر وأسمع وأبدع ما أولى لا شريك له. وأشهد أن سيدنا عبده ورسوله عصمه الله عز وجل من كل وزر ووضع وأعلى ذكره ورفع. صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأعوانه. أفاض الله عليهم النعم والآلاء والكرم والطمع وأنقذهم من كل مكروه وبلاء ودفع. صلاة وسلاما دائمين متلازمين إلى يوم يتقبل فيه التقى والزهد والورع. أما بعد، فيا أمة النبي المتبع، أوصيكم وإياي أولا بتقوى الله ذي السماء ذات الرجع والأرض ذات الصدع. إخواني الكرام، إن النبي صلى الله عليه وسلم عد 5 أركان للإسلام: شهادة أن لا إله إلا الله، وإيتاء الزكاة، و5 صلوات، وقيام رمضان، وحج البيت من استطاع إليه سبيلا. هذا الركن الخامس. إن هذا الشهر الحجاج من أماكن الأرض المختلفة يذهبون وينطلقون إلى المكة المكرمة يريدون حج البيت لله عز وجل. يقول النبي صلى الله عليه وسلم: أيها الناس، قد فرض الله عليكم الحج فحجوا. فسأل الصحابة: يا رسول الله، أكل عام؟ سكت النبي صلى الله عليه وسلم. كرر هذا السؤال هذا الصحابي مرة
ثانية. أكل عام يا رسول الله؟ فسكت أيضا، فأعدها ثالثة، فقال النبي صلى الله عليه وسلم: لو قلت نعم لوجبت ما استطعت. وأيضا يقول النبي صلى الله عليه وسلم: من أراد الحج فليتعجل، والحج المبرور ليس له جزاء إلا الجنة. يقول علي بن الحسين رضي الله عنه: إن الله عز وجل أراد أن يبني بيتا وهو البيت المعمور، وأمر الملائكة أن يطوفوا به، وبعد ذلك أمر الملائكة أن يبنوا بيتا في مثاله وقدره في الأرض حتى بنوا له. إن الله أمر الخلائق وابن آدم الذين يعيشون ويحيون على الأرض أن يطوفوا حول هذا البيت وهو الكعبة. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. أمر الله سيدنا خليل الله إبراهيم عليه الصلاة والسلام: وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. لما انتهى بناؤه صعد على جبل أبي قبيس حتى إنه نادى الناس وخاطب الأرض وقال: أيها الناس، إن الله أوجب عليكم الحج فحجوا. حتى إنه التفت برأسه يمينا وشمالا وشرقا وغربا، فأجابه كل من لهم توفيق للحج من الرجال والنساء، من أصلاب الرجال وأرحام الأمهات، يقول العلماء الكرام. لذلك وأيضا يقول النبي صلى الله عليه وسلم: من أراد أن يحج ولم يمنعه مرض حابس أو سلطان جائر أو أي مانع حتى إنه مات ولم يحج، يقول النبي صلى الله عليه وسلم إعلانا لاهتمامه واعتنائه عند الله: فليمت إن شاء الله يهوديا أو إن شاء الله نصرانيا، أي يموت ميتة قبيحة مردود الجزاء معاذ الله. لذلك أيها الأحبة، استعدوا وأعدوا أهبتكم لحج الله عز وجل في الزمان القادم القريب، لنكون مطيعين لأمر الله عز وجل طول الحياة. جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين، فيه آيات بينات مقام إبراهيم، ومن دخله كان آمنا، ولله على الناس حج البيت من استطاع إليه سبيلا،
ومن كفر فإن الله غني عن العالمين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين والعاقبة للمتقين. صلى الله على سيدنا محمد وعلى آله وأصحابه وأعوانه أجمعين. أما بعد، فيا أيها الكرماء، أوصيكم وإياي أولا بتقوى الله العزيز الغفار. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. صلوا وسلموا على نبينا محمد صلى الله عليه وسلم كما أمر بذلك من صلى علي صلاة صلى الله عليه بها عشرا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين، عن أولهم إمامنا أبي بكر الصديق، وعن ثانيهم إمامنا عمر بن الخطاب، وعن ثالثهم إمامنا عثمان بن عفان، وعن رابعهم إمامنا علي بن أبي طالب، وعن حمزة والعباس، وعن سائر أمهات المؤمنين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا وأساتذنا من النار وأدخلنا وإياهم الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر. الله يعلم. الله